നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഷർട്ടിനെ ചൊല്ലി നാദാപുരത്ത് യുവാക്കളുടെ തമ്മിൽ തല്ല. കടയ്ക്കുള്ളിലെ സംഘർഷം റോഡിലേക്കും നീണ്ടു. പോലീസ് എത്തിയതോടെ ഓടി രക്ഷപ്പെട്ട യുവാക്കൾ. മലപ്പുറം മരീക്കോട് ലഹരിയിൽ യുവാവിന്റെ പരാക്രമം. പോലീസ് ജീപ്പിന്റെ ചില്ല ചവിട്ടി തകർത്തു. നിയാസ് നാട്ടുകാർക്ക് നേരെ കത്തി വീശിയെന്നും പോലീസ്. വേനൽ മഴയിൽ ക്ലാസ് മുറിയിലെത്തിയത് മലിനജലവും ചെളിയും. മഴക്കാലത്ത് വെള്ളം കയറുമെന്ന ആശങ്കയിൽ കോഴിക്കോട് കൂടത്തുംപാറ LP സ്കൂൾ. പ്രതിസന്ധിക്ക് കാരണം ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയത. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അങ്കണവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരം. പ്രതിഷേധം വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച കാരശ്ശേരിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനമില്ല. പൊരിവെയിലിൽ ജോലി ചെയ്യുന്ന ട്രാഫിക് പോലീസുകാർക്ക് ആലപ്പുഴ പോലീസ് സൊസൈറ്റിയുടെ കൈത്താങ്ങ്. മിൽമയുമായി സഹകരിച്ച് സംഭാരം നൽകും. വേനൽക്കാലം തീരും വരെ സംഭാരം എത്തിക്കുമെന്ന പോലീസ് സൊസൈറ്റി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി നോക്കാം. കളമശ്ശേരി നഗരസഭയുടെ മാലിന്യ ശേഖരണ വാഹനത്തിന് തീപിടിച്ചു. ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. കളമശ്ശേരി കുസാറ്റ് സെന്റ് ജോസഫ് സ്കൂൾ റോഡിലൂടെ മാലിന്യം ശേഖരിച്ചു കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിനടിയിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവറും സഹായിയും പുറത്തിറങ്ങി ഉടൻ തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് തൃക്കാക്കരയിൽ നിന്നെത്തിയ അഗ്നിശമന സേന തീയണച്ചു. ഒരേ ഷർട്ട് തെരഞ്ഞെടുത്തതിനെ ചൊല്ലി കോഴിക്കോട് നാദാപുരത്ത് യുവാക്കൾ തമ്മിൽ തല്ലി. നാദാപുരം കല്ലാച്ചി റോഡിൽ സ്വകാര്യ ക്ലിനിക്കിന് സമീപമാണ് ഷർട്ടിനെ ചൊല്ലി യുവാക്കൾ തമ്മിലടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി തുണിക്കടയിൽ നിന്ന് ആരംഭിച്ച തല്ല് റോഡിലേക്ക് വ്യാപിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയതോടെ പരസ്പരം ഏറ്റുമുട്ടിയ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ടൈപ്പ് 1 പ്രമേഹത്തെ അതിജീവിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ അതികഠിനമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും നൽകാൻ കഴിയാതെ ഊണിലും ഉറക്കത്തിലും എന്ന് പറയുന്ന പോലെ അവർക്കൊപ്പം നിൽക്കുകയാണിവർ. സർക്കാർ ഷോർട്ട് ആക്ഷൻ ഇൻസുലിന് പകരം റെഗുലർ ഇൻസുലിൻ നൽകുന്നത് ഇവർക്ക് നൽകുന്ന ബുദ്ധിമുട്ട് വലുതാണ്. നാലാം ക്ലാസ്സുകാരി ഖദീജ സാബിയ ടൈപ്പ് 1 പ്രമേഹത്തെ അതിജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളിൽ ഒരാളാണ്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും എല്ലാം മിടുമിടുക്കിയായി ഇവളെ മറ്റു കുട്ടികൾക്കൊപ്പം മുന്നേറാൻ സഹായിക്കുന്നത് ഇൻസുലിനാണ്. എല്ലാ ദിവസവും നോക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. രാവിലെ നോക്കും, ഉച്ചക്ക് നോക്കും, പിന്നെ വൈകുന്നേരം സംശയമൊക്കെ ഉണ്ടാവുമ്പോൾ നോക്കും, രാത്രി ഭക്ഷണത്തിനൊക്കെ മുമ്പ് നോക്കും. സ്കൂളിൽ ക്ലാസ് റൂമിൽ ആരുമില്ലെങ്കിൽ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ മുകളിലൊരു റൂമുണ്ട്, അവിടെ പോയിട്ട് ചെക്ക് ചെയ്യും. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരാളോ രണ്ടാളൊക്കെ ഉണ്ടാവും, ഒരു കൂടെ വരും. ഒരു ഞാൻ ചെക്ക് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഒരെന്നെ ഹെൽപ്പ് എപ്പോഴും എന്നെ സഹായിക്കും. സ്കൂളിൽ വെച്ച് ഭക്ഷണത്തിന് മുൻപെടുക്കുന്ന ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ അനലോഗാണ് ഈ മിടുക്കിയെ മറ്റുള്ളവർക്കൊപ്പം നടത്തുന്നത്. എന്നാൽ സർക്കാരിന്റെ മാറിയ പദ്ധതി ഈ കുടുംബത്തിന് നൽകുന്ന ആശങ്ക ചെറുതല്ല. സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ആശാപ്രവർത്തകർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ബിജോയുടെ നേതൃത്വത്തിലുള്ള NHMന്റെ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ ചർച്ച നടത്തിയത്. ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ച ഒരു ഡിമാൻഡും അവിടെ ചർച്ച ചെയ്യാനോ തീരുമാനത്തിലേക്ക് പോകാനോ കഴിഞ്ഞിട്ടില്ല.
മറിച്ച് കഴിഞ്ഞ ദിവസം വന്ന ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മൾ ഇന്ന് രാവിലെയും ചർച്ച ചെയ്തിരുന്നു. ഇൻസെന്റീവിൽ ചില കൃത്രിമം നടത്തിയതുപോലെ അതിനകത്ത് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അത് ഓണറേറിയത്തിന് ബാധകമാക്കുന്ന ഒരു വിചിത്രമായൊരു ഉത്തരവ്, അതിനെ സംബന്ധിച്ചാണ് കൂടുതൽ സമയം ചർച്ച ചെയ്തത്. നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പ്രധാനപ്പെട്ട ഡിമാൻഡുകളൊന്നും തന്നെ ചർച്ച ചെയ്തില്ല. അതുകൊണ്ട് സർക്കാരിന് പണമില്ല, സമയം കൊടുക്കണം, നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്തിരിയണം എന്നതാണ് അവർ ഇത്രയും സമയം കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടത്. നമ്മളത് തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമരം നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം അതിശക്തമായി തുടരും. ഇന്ന് ഫിക്സഡ് ഇൻസെന്റീവും മറ്റു ഓണറേറിയം സംബന്ധിച്ച മാനദണ്ഡങ്ങളാണോ സംസാരിച്ചത്, ചർച്ചയിലുണ്ടായിരുന്നു? അവരത് സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. നമ്മളത് സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല. പക്ഷേ അതിനകത്തുള്ള അതിനകത്ത് വന്നിരിക്കുന്ന കൺഫ്യൂഷൻ തീർക്കുവാനായി നോക്കുമ്പോൾ അത് നമുക്കുള്ളൊരു കൺഫ്യൂഷനാണ്. അത് NHMന് യാതൊരു കൺഫ്യൂഷൻ ഇല്ലെന്ന് അവർ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു കാരണവശാൽ 21,000 രൂപ ഓണറേറിയം, ഒരു ദിവസം 700 രൂപ, 232 രൂപയ്ക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആ കാര്യം ചർച്ച ചെയ്യുവാൻ പോലും തയ്യാറല്ല. റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഞങ്ങൾ ഹരിയാനയിലെയും ബംഗാളിലെയും ഓർഡർ ഡോക്ടർ വിനയ് ഗോയലിന് നേരിട്ട് കാണിച്ചു. അതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഓർഡറുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറല്ല. വിരമിക്കൽ പ്രായം 62 വയസ്സിൽ പിരിച്ചുവിടാൻ സംസ്ഥാനത്തിന് ഉത്തരവുണ്ട്, അത് നിലനിൽക്കുന്നുണ്ടെന്നുള്ള ആ ഉത്തരവ് നമ്മുടെ കൈവശമുണ്ട്. അതിനെക്കുറിച്ചും പറയുന്നത് അത് ഫ്രീസ് ചെയ്തിരിക്കുന്നതാണെന്നാണ്. അങ്ങനെ ഫ്രീസ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തരവ് കാണിക്കുമ്പോഴും അത്തരം രേഖകൾക്കൊന്നും യാതൊരു മറുപടിയില്ല. പലതവണ നമ്മൾ സമരം അവസാനിപ്പിച്ച് പോകണം എന്ന റിക്വസ്റ്റാണ് വെക്കാനുള്ളത്. എന്താണേലും ഏറ്റവും ഒടുവിൽ നമ്മൾ വെച്ച കാര്യങ്ങൾ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു മന്ത്രിയുമായിട്ടൊരു ചർച്ചയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും വേഗം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് എത്രയും വേഗത്തിൽ ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനം മാത്രമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നിട്ടുള്ളത്. ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എല്ലാ ആവശ്യങ്ങളും അക്കമിട്ട് തിരുത്തി നേരത്തെ കൊടുത്തിരുന്നതാണ്. പക്ഷെ ഇന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ വിഷയത്തിൽ ടച്ച് ചെയ്യാൻ പോലും തയ്യാറല്ല. അതാണ് ദിവസം നീണ്ട ഒരു സമരത്തിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പരിഗണിക്കും എന്ന തരത്തിലാണ്. അതേ പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ സമരം തുടങ്ങി 4-ാം ദിവസം വന്നപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്ത് വ്യത്യാസമാണ് ഇന്നുള്ളതെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ അമിത ജോലിഭാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല ഞങ്ങളുടെ സമരത്തിന്റെ ഡിമാൻഡ് എന്നുള്ളത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവരതിനകത്തേക്ക് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അതാണ് നാളെ ഈ സമരം ആരംഭിക്കാനിരിക്കെയുള്ള ഒരു നീക്കം എന്ന് മാത്രമേ കാണുന്നുള്ളൂ ഈ ചർച്ചയിൽ. കേട്ടില്ല. സമരം അതറിയാം, നിങ്ങൾ പിൻവാങ്ങണം. ഡോക്ടർ വിനയ് ഗോയൽ ഡയറക്ടർ വളരെ പ്ലീസിംഗ് ആയിട്ട് പറയുന്നു, ഈ സമരത്തിൽ നിങ്ങൾ പിൻവാങ്ങണം. അതാണ് അവർക്ക് ആകെ പറയാനുള്ള ഒരേ ഒരു കാര്യം. ഈ സമരം മതിയാക്കി പോകണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും നടപ്പിലാക്കി സർക്കാരിന് സമയം കൊടുക്കണം. അത് എത്ര നാൾ ഞങ്ങൾ ചോദിച്ചു. 2021 പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മിനിമം ഓണറേറിയം 700 രൂപ പ്രതിദിനം എന്നതാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. 4 വർഷം കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഞങ്ങൾ സമയം കൊടുക്കേണ്ടത്? ഇനിയും സമയം കൊടുക്കണം. സർക്കാരിന്റെ ഖജനാവിൽ പണം വരട്ടെ, അപ്പോൾ തരാമെന്നാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടത്. നമുക്കത് കേൾക്കേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞു. നമ്മളത് എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ മന്ത്രിയുമായിട്ട് ചർച്ച നടത്താനുള്ളൊരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഇന്നിപ്പോൾ അവസാനിപ്പിച്ചത്. അതെ, സർക്കാരിന്റെ ഖജനാവ് കാലിയാണെന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് സമയം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ക്രമാനുഗതമായി വർദ്ധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ 500 രൂപയിൽ നിന്ന് അല്ലെങ്കിൽ 100 രൂപയിൽ നിന്ന് ഇപ്പോൾ വർദ്ധിച്ച് 7000-ൽ എത്തിയില്ലേ? അതുകൊണ്ട് ഇനിയും അത് ക്രമാനുഗതമായി വർദ്ധിക്കും. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് നമ്മുടെ മേലധികാരികൾ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും സമരം ശക്തമായി പോവും. നാളെ രാവിലെ 11 മണിക്ക് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. ആശാവർക്കർമാർ ധാരാളമായി ഈ നിരാഹാര സമരത്തിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായി. അവരുടെ പേരും ഡീറ്റെയിൽസും ഇതിനോടകം തന്നു കഴിഞ്ഞു. ഞങ്ങളത് വൈകുന്നേരത്തോടുകൂടി, കാരണം ആദ്യം കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം അത്രയേറെ ആശാവർക്കർമാരാണ് അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. മുഴുവൻ ആശാവർക്കർമാർ സംസാരിച്ചു. ഓരോരുത്തരുടെയും ജീവിത പ്രാരാബ്ധങ്ങൾ അവിടെ വിശദീകരിച്ചു. ആ പന്തലിരിക്കുന്ന 99% ആശാവർക്കർമാരുടെയും ജീവിത പ്രാരാബ്ധങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സാണ് ഇന്നിവിടെ വന്നത്. അതൊക്കെ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്.
നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്ന മാത്രയിൽ തന്നെ സർക്കാരിന് സമയം കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മുന്നിൽ സർക്കാരിന്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. ചോദിക്കാതെ ആളുകൾക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്ന ഞങ്ങളുടെ സമരം തുടങ്ങിയതിന് ശേഷം തന്നെ ചോദിക്കാതെ തന്നെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഖജനാവൊന്നും കാലിയല്ല. ആശാവർക്കർമാർക്ക് ഒരു ഓണറേറിയ മിനിമം തുക, ഈ കേരളത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും മിനിമം തുക ചോദിക്കുമ്പോൾ മാത്രമാണ് ഖജനാവിന്റെ വളരെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഇല്ല, ഏറ്റവും എളുപ്പത്തിൽ തന്നെ അതിന് വേണ്ടുന്ന ഒരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റിക്വസ്റ്റ് പോവും. ഉടനെ തന്നെ NHM ഡയറക്ടർ വിനയ് ഗോയൽ സാർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണും. ഇവിടെ ഡോക്ടർ വിനയ് ഗോയൽ NHM ഡയറക്ടർ, ഡോക്ടർ ബിജോയ്, അദ്ദേഹം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറാണ്, ഡോക്ടർ എബി, അതോടെ അതിന്റെ NHMന്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ശ്രീമതി സീന, പിന്നെ അവിടെ ഓഫീസ് ഡോക്ടർ രാഹുൽ, പിന്നെ അവിടെ ഓഫീസ് ശരി. ആശാവർക്കർമാരുടെ സമരം, സർക്കാരുമായി നടത്തിയ സമരം പരാജയപ്പെട്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തില്ല. 21,000 രൂപ ഓണറേറിയമാക്കണമെന്നുള്ള ചർച്ച പോലും അംഗീകരിച്ചില്ല. ഖജനാവിൽ പണമില്ലെന്ന മറുപടിയാണ് വന്നത്. തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ആശാ സമരസമിതി നേതാവ് മിനിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നാളെ നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം നാളെ തന്നെ ആരംഭിക്കും. യാതൊരുവിധ നല്ലൊരു മറുപടി കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾ ശരിക്കും നിരാശയായി പോവുകയാണ്. ഞങ്ങളുടെ ജീവിത സാഹചര്യം മൊത്തം ഞങ്ങളിവിടെ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവര് നല്ലൊരു തീരുമാനം, ഇനി അടുത്ത ചർച്ചയിലെങ്കിലും നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അത്രമാത്രമേ ഉള്ളൂ. സമരത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല. സമരത്തിൽ നിന്നും പിന്മാറാൻ കുഴഞ്ഞു വീഴുമ്പോൾ അടുത്ത ആശ അവിടെ എത്തിയിരിക്കും. ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണിത്. ഞങ്ങൾ നേടിയിട്ടേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. സർക്കാർ ഉത്തരം പറയും, പറഞ്ഞിട്ടേ ആശ പോവൂ. ആശാ സമരത്തിലെ പ്രതിനിധികളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. മറ്റു വാർത്തകൾ പരിശോധിക്കും. ലഹരിക്കെതിരെ നാടെങ്ങും വലവിരിച്ച് പോലീസ്. കൊച്ചി എയർപോർട്ടിൽ വൻ കഞ്ചാവ് വേട്ട. 5 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബാങ്കോക്കിൽ നിന്ന് 15 കിലോ കഞ്ചാവുമായി എത്തിയ 2 സ്ത്രീകളാണ് പിടിയിലായത്. രാജസ്ഥാൻ സ്വദേശി മാൻവി, ഡൽഹി സ്വദേശി സ്വാൻവി എന്നിവരാണ് പിടിയിലായത്. കൊല്ലം ഓച്ചിറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് തോട്ടം. 10.5 കിലോ കഞ്ചാവും 35 കഞ്ചാവ് ചെടികളും പിടികൂടി. തോട്ടം കണ്ടെത്തിയത് ഓച്ചിറ മേമനയിൽ മനീഷ് മോഹന്റെ വീട്ടുവളപ്പിൽ. കഞ്ചാവ് തോട്ടം പിടികൂടുന്നത് ആദ്യമായെന്ന എക്സൈസ്. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ മുഖ്യപ്രതികൾ പിടിയിൽ. ബംഗാൾ സ്വദേശികളായ സുഹൈൽ ഗേഷ്, അഹിന്ദ മൊണ്ടൽ എന്നിവരാണ് മൂവാറ്റുപുഴയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും ആണ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറിയതെന്ന് തെളിഞ്ഞു. കേസിൽ ഇതുവരെ 6 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്കിടയിൽ സുഹൈൽ ബായ് എന്ന് വിളിപ്പേരുള്ള സുഹൈൽ ഷെയ്ഖിനെയും കൂട്ടാളിയുമാണ് പിടികൂടിയത്. പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ ആലുവയിൽ നിന്ന് സുഹൈൽ മൂവാറ്റുപുഴയിലേക്ക് ഒളിവിൽ പോയി. ഇന്ന് പുലർച്ചെയാണ് ഇയാളെ പിടികൂടുന്നത്. കൂട്ടാളി അഹിന്ദ മണ്ടേലിനെയും അറസ്റ്റ് ചെയ്തു. ഇരുവരും ചേർന്നാണ് പോളിടെക്നിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിറ്റത്. പിടിയിലായ അനുരാജ് സുഹൈലിന് പണം കൈമാറിയ രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അനുരാജിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഒറീസയിൽ നിന്നാണെന്നാണ് പ്രതികളുടെ മൊഴി. ഇവർ ജില്ലയിലെ കൂടുതൽ ഹോസ്റ്റലുകളിലേക്ക് കഞ്ചാവ് കൈമാറിയതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം അരീക്കോട് കിണറടപ്പിൽ മയക്കുമരുന്ന് ലഹരി യുവാവ് പോലീസ് ജീപ്പിന്റെ ചില്ല് ചവിട്ടി തകർത്തു. കിണറടപ്പ് സ്വദേശി നിയാസിനെ അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു ആക്രമണം. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു ആക്രമണം നടന്നത്. പ്രദേശത്ത് മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് കത്തി കാണിച്ച ആളുകളെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു.
കൊല്ലം താന്നിയിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ജീവനൊടുക്കി. അജീഷ്, ഭാര്യ സുലു, മകൻ ആദി എന്നിവരാണ് മരിച്ചത്. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. കൊല്ലം മുളിയക്കോവിലിൽ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമെന്ന് പോലീസ്. കൊലപാതകത്തിന് വേണ്ടി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് പ്രതി തേജസ് രാജ് നടത്തിയത്. കൃത്യം നടത്തിയ ശേഷം തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കാൻ ശ്രമിച്ചത് യാദൃശ്ചികമല്ലെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ തേജസിന്റെ സുഹൃത്ത് ഫ്ലോറിക്കിനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് ഗോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു. തുയം ഇടവക സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. ഷിബിലയുടെ കഴുത്തിലേറ്റ കുത്താണ് മരണകാരണമെന്ന് വ്യക്തമായി. യാസിറിന്റെ ആക്രമണത്തിൽ പരുക്കേറ്റ ഷിബിലയുടെ അച്ഛൻ അബ്ദുറഹ്മാന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കൊല നടത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പ്രതി വീട്ടിലെത്തിയതെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ യാസിറിന്റെ കുടുംബത്തിനും പങ്കുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. എന്നാൽ ഷിബിലയുടെ പിതാവിന്റെ വാശിയാണ് സംഭവത്തിന്റെ പിന്നിലെന്ന് യാസിറിന്റെ കുടുംബം ആരോപിച്ചു. ഷിബില വീട്ടിലേക്ക് പോയതിൽ യാസിറിന് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച മുൻ പഞ്ചായത്ത് അംഗം വർഗീസ് ന്യൂസ് 18നോട് പറഞ്ഞു. പിരിഞ്ഞ ശേഷം കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിക്കാത്തത് പക വർദ്ധിച്ചു. തുടർന്നാണ് ഷിബിലയുടെ വസ്ത്രം കത്തിച്ച് സ്റ്റാറ്റസ് ഇട്ടതെന്നും വർഗീസ് പറഞ്ഞു. യാസിറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസിൽ ഷിബില പരാതി നൽകിയെങ്കിലും അക്കാര്യത്തിൽ കൃത്യമായ അല്ലെങ്കിൽ സമയോചിതമായ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ട മുൻ പഞ്ചായത്ത് അംഗം വർഗീസ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. താങ്കളാണ് ഇടപെട്ടത്, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ എന്ന രീതിയിൽ ഒരു പങ്ക് വഹിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത്? അന്ന് സംഭവിച്ചതോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ? ഈ കുട്ടീനെ ഇവർ വിവാഹം ചെയ്തു കൊടുത്തതല്ല, ഇവിടുന്ന് അവന് കൂട്ടിപ്പോയതാ. എന്നുവെച്ചാൽ വേറൊരു ഭാഷ പറഞ്ഞാൽ ചാടിച്ചു കൊണ്ടുപോയതാണ്. അങ്ങനെ അവർ ജീവിച്ചിരുന്നു. പിന്നെ കുട്ടിയായപ്പോൾ പിന്നെ ഒക്കെ ഇങ്ങോട്ടൊക്കെ വന്നു, ബന്ധം നന്നായി, എല്ലാവരും വരവ് പോക്കുമൊക്കെ തുടങ്ങി. പക്ഷെ ഇവൻ അന്നും ഈ മയക്കുമരുന്നിൻ്റെ ആളാണ്. അപ്പം ഇവൻ്റെ പീഡനങ്ങളുണ്ട്. പക്ഷെ കുട്ടിക്ക് പറയാൻ മേല, കാരണം മാതാപിതാക്കളെ അനുമതിയില്ലാതെ ഇവിടുന്ന് പോയ കുട്ടിയാണല്ലോ. വീട്ടിൽ പരാതി പറയാൻ കഴിയാത്ത ഒരു വിഷമം കുട്ടിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് കടുത്തെന്തോ പ്രയോഗം ചെയ്തു. അത് അവനും എന്നോട് സംസാരിച്ചപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി കൂടിപ്പോയി എന്ന് തോന്നുന്നു. അതോടുകൂടി ഇവള് ഭയപ്പെട്ട് പിന്നെ പോകുന്ന ഇവിടെ വന്ന് താമസം തുടങ്ങി മാസങ്ങളായി. അപ്പോൾ അവന് ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പള്ളി കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെ ബന്ധുവായിട്ടുള്ള ഒരു മജീദ്, ഒരു വാർത്താ രംഗത്തുള്ള ഒരു മജീദുണ്ട് പരപ്പുംപേരിൽ, അവൻ്റെ ബന്ധുവാണ്, ഇവരുടെ ബന്ധുവാണ്. അവനോട് പോയി പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് ഇവരെ രണ്ടുപേരെ കൂട്ടരെയും വിളിച്ചിട്ട് താക്കീത് ചെയ്യുകയും ഒരു മാസം, ഈ നോയമ്പ് മാസം എന്ന രൂപത്തിലാണ് അവർ ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. നീ ഞങ്ങൾ പോവുകയും വേണ്ട, ബന്ധപ്പെടുകയും വേണ്ട എന്ന് ഇവന് താക്കീതും കൊടുത്തിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടീൻ്റെ ബർത്ത്ഡേ വരുന്നു. ബർത്ത്ഡേക്ക് ഇവനെ ക്ഷണിച്ചില്ല. അത് വലിയ വികാരം ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്നോട് ഇവന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ വരാതെ ഇവളുടെ തുണിയെടുത്ത് അവൻ കത്തിച്ചു. കണ്ണൂരിൽ ചക്ക പറിക്കാൻ പ്ലാവിൽ കയറി കുടുങ്ങിയ യുവാവിനെ ഒടുവിൽ ഫയർഫോഴ്സ് എത്തി താഴെ ഇറക്കി. കാപ്പാട് സ്വദേശി ബിജേഷാണ് പ്ലാവിൽ കയറി കുടുങ്ങിയത്. മരത്തിന് മുകളിലെത്തിയപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. സെക്രട്ടേറിയറ്റിനു മുന്നിലെ അങ്കണവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരവും ശക്തമാകുന്നു. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടക്കുന്നത്. ആശമാരുടെ സമരം ഒരു വശത്ത്, തൊട്ടടുത്ത് അങ്കണവാടി ജീവനക്കാരും. INTUC സംഘടനയായ ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് സമരം. മിനിമം വേതനം 21,000 ആക്കുക, 5,000 രൂപ ഉത്സവ ഭത്ത നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാരുടേത്. ഞങ്ങൾക്ക് കിട്ടുന്ന ഈ തുച്ഛമായ സാലറിയിൽ നിന്നാണ് ഞങ്ങൾ കറണ്ട് ചാർജ്, വാടക, പച്ചക്കറി വാങ്ങിക്കുന്നത്,
വാട്ടർ ബില്ല് എല്ലാം നൽകണം. ബാക്കിയുള്ള പൈസ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് 10 വർഷമാകുമ്പോൾ ശമ്പള വർധനവും ഒന്നും നടന്നിട്ടില്ല. സമരത്തിന് മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജ് യൂണിയനുകളുമായി ചർച്ച നടത്തിയിരുന്നു. ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങളായതോടെ പ്രതിഷേധത്തിലാണ് കോഴിക്കോട് കാരശ്ശേരിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. വേതനമില്ലെങ്കിൽ ഇനി തൊഴിലുറപ്പ് ജോലിക്ക് പോകില്ലെന്നാണ് തോട്ടയ്ക്കാടിലെ ആദിവാസി തൊഴിലാളികൾ പറയുന്നത്. കാരശ്ശേരി പഞ്ചായത്തിലെ ആദിവാസി മേഖലയാണ് തോട്ടേക്കാട്. ഇവിടത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വലിയ പ്രയാസത്തിലാണ്. 200 ദിവസത്തിലധികം ജോലി ചെയ്തു. പക്ഷേ ചെയ്ത ജോലിക്ക് കൂലി കിട്ടാത്തതാണ് ഇവരെ പ്രയാസത്തിലാക്കുന്നത്. 3 മാസമായി ശമ്പളം കിട്ടിയിട്ട്. ഇതോടെയാണ് പ്രതിഷേധം. തോട്ടേക്കാട് അങ്ങാടിയിലെ റേഷൻ കടയ്ക്ക് സമീപം കഞ്ഞിവെച്ചായിരുന്നു പ്രതിഷേധം. ഞങ്ങൾ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും പണിക്ക് വരുന്നത്. 10, 60, 70 വയസ്സ്, 80 വയസ്സിന്റെ അടുത്ത് പ്രായമുള്ളവരൊക്കെ പണിക്കുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൂലി കിട്ടാത്ത മൂലം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. 3 മാസത്തോളായി ഞങ്ങൾക്ക് കൂലി ലഭിച്ചിട്ട്. പലവട്ടം അധികൃതരോട് കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ. തൊഴിലുറപ്പ് തൊഴിലാളികളായി നിൽക്കുന്ന നിരവധിയായ ആളുകളുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ 3 മാസക്കാലമായി ഇവരെടുക്കുന്ന തൊഴിലിന് കൂലി ലഭിക്കുന്നില്ല. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ പട്ടിണി പാവങ്ങളായ ട്രൈബൽ ജനവിഭാഗത്തെ അവർക്ക് അനുവദിതമായ 200 ദിനം പണിയെടുക്കാൻ വേണ്ടി മാത്രം ഇവരെ നിർബന്ധിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നടപടിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരത്തെ മലയോര മേഖലയിലെ റോഡുകളെല്ലാം തകർന്നിട്ട് കാലങ്ങളായി. ഇതോടെ ആദിവാസി ഊരുകളായ അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ചാക്കപ്പാറ, പുരവിമല, തെന്മല റോഡിലൂടെയുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടിലാണ്. അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഊരുകളെ ബന്ധിപ്പിക്കുന്ന ഏക റോഡാണിത്. തൊടുമല വാർഡിലൂടെ കടന്നുപോകുന്ന റോഡ് കൊമ്പ, ചാക്കപ്പാറ, കൈപ്പൻപ്ലാവില, കാരിക്കുഴി, പൂരവിമല, തെന്മല തുടങ്ങിയ 11 സെറ്റിൽമെന്റുകളിലായി 1000-ഓളം കുടുംബങ്ങളുടെ ഏക സഞ്ചാര മാർഗമാണ്. നെയ്യാറിന് കുറുകെയുള്ള പന്തപ്ലാമൂട് പാലം വഴിയും തമിഴ്നാട്ടിലെ കടയാലമൂട് വഴിയുമാണ് ഇവിടെ എത്താൻ കഴിയുക. അമ്പൂരി, പൂരിവിമല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട്. 4-5 വർഷം കൊണ്ട് ഇവിടെ കൂടെ പോകുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. കൈയും കാലൊന്നും വെക്കാൻ പാടില്ല. ഞാൻ പേടിച്ചിട്ടാണ് പോകുന്നത്. ഭയങ്കര കഷ്ടമാണ് വണ്ടി ഓട്ടിക്കാൻ. എങ്ങനെ മഴയത്തൊക്കെ എങ്ങനെയാണ്? ചെളിയും ചെല്ലിയും കൂടെ ഒക്കെ ആകുമ്പോൾ ഭയങ്കര കഷ്ടമാണ് വണ്ടി ഓട്ടിക്കാൻ. ഈ തൊടുമല വാർഡിലുള്ള 600-ഓളം വരുന്ന പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു റോഡ് വികസനത്തിന് ഒരു ഇതും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. വനം വകുപ്പിന്റെ എതിർപ്പാണ് തടസ്സമാകുന്നത്. ആനക്കുഴി പോലുള്ള പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളിലേക്കും ഇതുവഴിയാണ് പോകേണ്ടത്. തീണ്ടാക്കടവ് ഭാഗത്ത് മലമുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന തോട് ഇപ്പോൾ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. റോഡ് മൊത്തം പോയി കുഴിയായി തോടായി വെള്ളം വരെ വന്നില്ലേ. ആ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ള ഈ ചാക്കപ്പാറ മുതൽ പുരയമല പീണിപ്പാറ വരെയുള്ള റോഡ്. 10 വർഷം കൊണ്ട് ഒരു മെമ്പർ ഇരിക്കുക. ഈ റോഡിനെ കുറിച്ച് ഒരു കാര്യം ചെയ്തിട്ടില്ല. നമ്മളെ ST ഫണ്ട് ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു വേദ വണ്ടി വന്നാലും വീഴും. ഞങ്ങൾക്ക് ചെറിയ വണ്ടി ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ട വീണ് ഫ്രണ്ടെല്ലാം പോയി. മഴക്കാലത്ത് നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നെയ്യാറ്റിന് കുറുകെ കടത്തിറക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഊരുനിവാസികൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. തങ്ങളുടെ പ്രയാസം കണക്കിലെടുത്ത് അടിയന്തര ഇടപെടൽ തേടുകയാണ് ഇവിടുത്തുകാർ. അരുൺ മോഹൻ, ന്യൂസ് 18 നെയ്യാറ്റിൻകര. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന്
മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രം